മതപരിവർത്തിതരുടെ പട്ടികജാതി സംവരണത്തിൽ ആന്ധ്ര ഹൈക്കോടതിയുടെ വിധി ശരിവെച്ച് സുപ്രീം കോടതി. ഹിന്ദു പട്ടികജാതിയിൽ നിന്ന് മതം മാറിയവർക്ക് സംവരണ പദവിയില്ല. ഹിന്ദു പട്ടികജാതിയിൽ നിന്ന് ക്രിസ്ത്യൻ മതവിശ്വാസം സ്വീകരിച്ചവർക്കും പട്ടികജാതി പദവി നഷ്ടപ്പെടും. ക്രിസ്തു മതത്തിലേക്ക് മാറിയ ശേഷം പട്ടികജാതി പീഡനം ഉന്നയിച്ചാൽ നിലനിൽക്കില്ല. പട്ടികജാതി പദവി ഹിന്ദു, സിഖ്, ബുദ്ധമത വിശ്വാസികൾക്ക് മാത്രമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ശ്യാം ദേവരാജുടെ വിവരങ്ങളുമായി. ശ്യാം, നിർണായകമായ വിധിയാണ്. ഈ സംവരണവും ആനുകൂല്യവും കിട്ടുകയില്ല എന്നത് മാത്രമല്ല, പീഡനമടക്കം പട്ടികജാതി പീഡനമടക്കമുള്ള കാര്യങ്ങളിൽ ആ നിലയ്ക്കുള്ള പരിഗണന നിയമത്തിലും കിട്ടില്ല. അങ്ങനെ തന്നെയാണ് മധു. ഇതിൽ ഹിന്ദു അല്ലെങ്കിൽ സിഖ്, ബുദ്ധമത വിശ്വാസികളായിട്ടുള്ള പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് ഇവർ മറ്റു മതങ്ങളിലേക്ക്, ഇതര മതങ്ങളിലേക്ക് മതം മാറിയാൽ അവർക്ക് പട്ടികജാതി സംവരണം അല്ലെങ്കിൽ അത്തരമൊരു പദവി, പട്ടികജാതി പദവി ലഭിക്കില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്. മതപരിവർത്തകരുടെ പട്ടികജാതി സംവരണത്തിലാണ് നിർണായകമായ വിധി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നത്. ഹിന്ദു പട്ടികജാതിയിൽ നിന്ന് മതം മാറിയവർക്ക് സംവരണ പദവി ലഭിക്കില്ല. ഹിന്ദു പട്ടികജാതിയിൽ നിന്ന് ക്രിസ്ത്യൻ മതവിശ്വാസം സ്വീകരിച്ചവർക്ക് പട്ടികജാതി പദവി നഷ്ടപ്പെടും എന്ന കാര്യം കൂടിയാണ് സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, ഹിന്ദു, സിഖ്, ബുദ്ധ മതവിശ്വാസികൾക്ക് മാത്രമേ പട്ടികജാതി പദവി ലഭിക്കൂ എന്ന കാര്യവും കൂടി സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. അക്കാര്യത്തിലാണ് വ്യക്തത വരുത്തുന്നത്. ക്രിസ്തുമതത്തിലേക്ക് മാറിയ ശേഷം പട്ടികജാതി പീഡനം ഉന്നയിച്ചാൽ നിലനിൽക്കില്ല എന്നുമാണ് സുപ്രീം കോടതിയുടെ വിധി. പട്ടികജാതി പീഡന പ്രകാരം എടുത്ത കേസ്, ആന്ധ്ര പോലീസ് എടുത്ത കേസ് നേരത്തെ ആന്ധ്ര ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെ ആന്ധ്രയിലെ പാസ്റ്ററായ ചിന്താട ആനന്ദ് എന്നയാൾ സുപ്രീം കോടതിയിൽ സമീപിച്ചിരുന്നു. ഈ സുപ്രീം കോടതി ഇദ്ദേഹത്തിന്റെ ഹർജി തള്ളിയാണ് സുപ്രീം കോടതി ഈ രീതിയിൽ ആന്ധ്ര ഹൈക്കോടതിയുടെ വിധി ശരിവെച്ച പട്ടികജാതി സംവരണത്തിൽ നിർണായകമായ വിധി പുറപ്പെടുവിക്കുന്നത്. ശരി, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്. ജാതി അധിക്ഷേപം അടക്കമുള്ള കാര്യങ്ങൾ ഇനി നിലനിൽക്കുകയില്ലേ എന്നതും ചോദ്യമാണ്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ സാമൂഹ്യമായ ഒരു ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് മതപരിവർത്തനം സ്വീകരിക്കുന്ന ആളുകളുമുണ്ട്. സാമ്പത്തികമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അത്തരം തീരുമാനമെടുക്കുന്നവരുണ്ട്, വിശ്വാസപരമായും അത്തരം തീരുമാനമെടുക്കുന്നവരുണ്ട്. എന്തായാലും നിയമപ്രക്രിയയിൽ വലിയ മാറ്റം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ പോവുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.